ഞങ്ങളിന്ന് ജംഗ്ഷനിൽ പോകാൻ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ടാക്കി നോക്കി, ഒരു രക്ഷയുമില്ല, സ്റ്റാർട്ടാവുന്നില്ല. അന്നേരം പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ അതങ്ങ് ശരിയാക്കാമെന്ന്. കുറച്ച് നാളായിട്ട് വണ്ടികൾ എടുത്തിട്ട് ജാമോൻ്റെ കാലത്തുള്ളതാണെന്ന് കാണുമ്പോൾ തോന്നും. പക്ഷെ ആൾ പവർഫുള്ളായിരുന്നു. ബാറ്ററിയുടെ ഒരു ചെറിയ പ്രശ്നം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളതിനെ നട്ടും പൂട്ടും ഒക്കെ അഴിച്ചെടുത്ത് അതിനെ ഇങ്ങനെ പുറത്തെടുത്തു. പിന്നെ ഇതിപ്പോൾ എന്താ ചെയ്യുക, എവിടെയാണ് കൊണ്ടുപോവുക? പിന്നെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ജംഗ്ഷനിൽ ഓടനാവട്ടത്ത് കടയുണ്ട്. അങ്ങനെ അവിടെ പോകാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ യാത്ര തിരിച്ചു. ഇങ്ങനെ എടുക്കുന്നോണ്ട് കുഴപ്പമില്ല, ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ബാറ്ററി കടയിലെത്തി. ബാറ്ററി ചെക്ക് ചെയ്തപ്പം ബാറ്ററി സത്തുപോച്ച്. പിന്നെ ചേട്ടൻ ഞങ്ങൾക്ക് വേറെ ബാറ്ററിയൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ബാറ്ററിയൊക്കെ അങ്ങോട്ട് ഊരി ഇനിയിപ്പോൾ അതിൽ ഫിറ്റ് ചെയ്യണം. അതൊരു ചടങ്ങ് തന്നെയാണ്. പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ അങ്ങോട്ട് ഇട്ടു. എല്ലാ നട്ടും ബോട്ടും തിരിച്ചിടണമല്ലോ, അതതിലും വലിയൊരു പ്രശ്നമാണ്. കറക്റ്റ് സ്ഥാനത്ത് തന്നെ ചെല്ലണം. ഇട്ട് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് സ്റ്റാർട്ടാവുന്നില്ല ഗൈസ്. പിന്നെ ഇതെന്ത് പറ്റിയ ബാറ്ററിയുടെ പ്രശ്നമല്ലേ? ഇനി നട്ടും ബോട്ടും വല്ലതും മിസ്സായ എല്ലാം ഒന്നും കൂടെ ഒക്കെ ചെയ്തു. ചിരി കണ്ടാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ സ്റ്റാർട്ടായതിൻ്റെ സന്തോഷമാണ്. പിന്നെ ഒന്നും കൂടെ നോക്കി, ഓക്കെ സെറ്റ്. പിന്നെ എല്ലാം എന്താ തിരിച്ചിടണമല്ലോ, പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണല്ലോ ഇതെല്ലാം. അതുകൊണ്ട് തിരിച്ചിട്ട് ഇനി വണ്ടിയൊന്ന് ഓടിച്ച് നോക്കണമല്ലോ. ഓടിച്ച് നോക്കാതെ നമുക്കൊരു വിശ്വാസമില്ല. അങ്ങനെ ചാച്ച വണ്ടി കയറി ഇരുന്നു. സ്വന്തമായിട്ട് ഇട്ടതായതുകൊണ്ട് വിശ്വാസമാണ്, എന്നാലും ഓടിച്ചൊന്ന് നോക്കണമല്ലോ. അതുകൊണ്ട് വണ്ടി ഇതാ സ്റ്റാർട്ടാക്കി പുറകിലേക്ക് എടുത്തു. മുറ്റത്തിട്ടൊന്ന് ആദ്യം ഓടിച്ച് നോക്കാം, വഴിയിലോട്ടെങ്ങാനും കൊണ്ടുപോയി ഇനി വഴി കിടക്കണ്ട. അതുകൊണ്ട് ആദ്യം ആ ശ്രമമാകാമെന്ന് വിചാരിച്ചു. ഓടിച്ചു. സെറ്റ്. സിമ്പിളാണ് കേട്ടോ, ഇങ്ങനങ്ങ് ചെയ്താൽ മതി. നമ്മുടെ വണ്ടി പവർഫുള്ളാണ്. ഇതാ വരുന്നത് കണ്ടില്ലേ, പറക്കം തെളിയ. അങ്ങനെ ഞങ്ങൾ ജംഗ്ഷനിലേക്ക് പോകുന്നു. ബൈ.